ഇപ്പം പല പ്രാവശ്യം വന്ന് പറയും കൂരയ്ക്ക് വീടും എന്താ കാര്യം? എന്താ കൂരക്ക് അവൻ കുടി കഴിയുമ്പോൾ അതിന് വെളിവില്ല, ചുമ്മാ കിടന്നുകൊണ്ട് മനുഷ്യനെ മാനസിക രോഗിയാക്കി വിടോ കോടതി? മാനസിക രോഗി. ഈ പാവപ്പെട്ട അമ്മയുടെ കട മാത്യൂസ് കറയ എന്ന് പറയുന്ന നായിൻ്റെ മോൻ ഇതുണ്ടല്ലേ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. പ്രേക്ഷകരെ, നിങ്ങളിത് ഷെയർ ചെയ്യണം. ഇവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കരുത്. ഇവന് രാഷ്ട്രീയ സ്വാധീനവും പണവും ടിപ്പർ ലോറിയും എല്ലാ പണ്ടാരുള്ളതാണ്. ഇത് കംപ്ലീറ്റ് പട്ടികളാണ്. വേണ്ട കത്തിച്ചു കളഞ്ഞത്. അപ്പൊ എവിടെ അങ്ങോട്ട് അമ്മക്ക് പറ്റൂല ഇറങ്ങാൻ. ഞാൻ കയറി കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവൻ ടിപ്പറുമായിട്ടുള്ള ശിക്ഷ കിട്ടണം. അത് മാത്രമേ നമുക്കുള്ളൂ. എനിക്ക് 1 രൂപ പോലും വേണ്ട. എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 1 രൂപ പോലും എനിക്ക് വേണ്ട. പക്ഷെ അർഹമായ ശിക്ഷ, അത് നിയമത്തിന്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിനുള്ള ശിക്ഷ കിട്ടണം. അതുകൊണ്ട് പ്രേക്ഷകരെ എല്ലാവരും അല്ലേ നമ്മുടെ ഈ അമ്മയുടെ പരിപാടി ഷെയർ ചെയ്യണം. വളരെ മൃഗീയമായിട്ടുള്ളൊരു ക്രൂര പ്രവർത്തനമാണ് ചെയ്തേക്കണം അല്ലേ? നമുക്കറിയാം, വിഷമിക്കണ്ട. ആണോന്ന് ഒന്ന് എനിക്ക് അനങ്ങാൻ പോലും മേലെ. ലോറി കയറി വന്നപ്പോൾ തന്നെ ഒരു വയസ്സോട്ട് വെച്ച് ഞാൻ ഓടിയതാ. ഞാൻ ഇതിൽ പെട്ടു പോകേണ്ടതായിരുന്നു. ചിലരൊക്കെ സഹായിക്കും കേട്ടാ. എല്ലാവരും ഇപ്പൊ ഷെയർ ചെയ്യും. അധികാരികളുടെ കണ്ണൊക്കെ തുറക്കട്ടെ. ഇതേപോലത്തെ വേട്ടവളിയന്മാരായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയൊക്കെ ഉടനടി തന്നെ ഏത് പാർട്ടിക്കാരാന്ന് വെച്ചാൽ അവരങ്ങോട്ട് പിരിച്ചു വിടണം. എന്നിട്ട് നല്ല ആമ്പുലരെ കയറ്റി ഇരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം, അനുപാക്ഷൻ ബ്ലോഗ്സിലൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പാമ്പാടിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ, കോട്ടയം പാമ്പാടിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി കങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ചേട്ടന്റെ കടയിലാണ് നിൽക്കുന്നത്. ഈ ചേട്ടന്റെ കട ഒരുത്തൻ മാത്യൂസ് കറിയ എന്ന് പറഞ്ഞൊരു നാറി, ഈ നാട്ടിലൊരു പരനാറി ഷിബു എന്ന് പറയുന്ന ഒരു തെണ്ടി ഈ കട ടിപ്പർ ലോറി കൊണ്ട് വന്ന് ഇടിച്ച് നശിപ്പിച്ചളഞ്ഞു. ഈ പുള്ളിനെ കൊല്ലാൻ ശ്രമിച്ചോ? കടക്കാത്ത പുള്ളി ഇരിപ്പുണ്ടായി. അപ്പൊ ഇന്നത്തെ പരിപാടി നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇതേപോലുള്ള അവന്മാരെയൊക്കെ പോലീസുകാര് കൊണ്ടേ ജയിലിൽ കൊണ്ടിടും. അവിടെ നിന്ന് നല്ല തിന്ന് മിണങ്ങി അവന്മാരൊക്കെ നല്ല അടിവെച്ച് വന്നിട്ട് വീണ്ടും ഇതേപോലുള്ള ഗുണ്ടായുസമാണ് ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ചേട്ടനെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് അല്ലെ ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെയും കട ഇവൻ ടിപ്പർ ലോറി കൊണ്ട് കയറ്റിയിട്ട് അത് മൊത്തം കത്തിച്ചു. അപ്പൊ ഇവിടുത്തെ നാട്ടുകാരെ കൊള്ളൂലാഞ്ഞിട്ടാണ് ഇതേപോലുള്ള അവന്മാരെ നാട്ടുകാര് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവനെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത കഴിവേറുടെ മക്കള് അത് തന്നെ പറയാനുള്ളൂ. ഇതേപോലുള്ള പാവപ്പെട്ട അവന്മാരുടെ മേത്ത് കുതിര കയറും, ഗുണ്ടായുസം കാണിക്കും. ഇവനെപ്പോലുള്ള അവന്മാരെ ഇവിടെ നിന്ന് കുണ്ടിയിൽ ചാപ്പ കുത്തി നാട് കടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. അതേപോലത്തെ ഒരു അവസ്ഥയെ മൊത്തം കാണിച്ചത് അവൻ ആദ്യമായി വന്നുകൊണ്ട് ഇടിച്ച വണ്ടി ഇന്നോവയും കൊണ്ട് ആദ്യം വന്ന് ഇവിടെ തകർത്ത്, പിന്നെ ഇവൻ കഞ്ചാവും മറ്റേ MDMA മയക്കുമരുന്നൊക്കെ അടിച്ച് മൂത്ത് വന്നിട്ട് അല്ലെ ടിപ്പർ ലോറിയുമായി വന്നിട്ട് ഇവരുടെ കട തകർത്ത് കളഞ്ഞു. ആ രംഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചേട്ടൻ എല്ലാവരും സഹായിക്കണം. ഹാർട്ട് പേഷ്യന്റ് ആണ്. എല്ലാ റെക്കോർഡുകളും ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു മിനിറ്റ് ഇതൊക്കെ കാണിക്കാതെ ഒരു മിനിറ്റ് ഇത് പറഞ്ഞേക്കട്ടെ. ഈ കട നിങ്ങൾ ആദ്യം ഒന്ന് കാണും. എന്തായിരുന്നു പറയാനുള്ളത്? 40% വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്, വികലാംഗനാണ്. ഇദ്ദേഹത്തിന്റെ കട ടിപ്പർ ലോറി കൊണ്ട് കയറ്റി നശിപ്പിച്ച് കളഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ അപ്പുറത്ത് ഇതുപോലെ കടയുണ്ട്. ആ കട അല്ലെ അമ്മച്ചിയുടെ കട അവൻ ടിപ്പർ ലോറി കൊണ്ട് കയറ്റിയിട്ട് കത്തിച്ചു കളഞ്ഞു. കട തന്നെയല്ല ഞങ്ങളുടെ വീടായത്, കടയല്ല ഞങ്ങളുടെ വീടായത്. നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇവിടെ തന്നെ ഇത് കണ്ടല്ലോ, ഇതിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ മൊത്തത്തിലൊന്ന് കാണിച്ചു കേട്ടോ. നിങ്ങള് മൊത്തമായിട്ട് ഷെയർ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ പുള്ളി ഒരു വികലാംഗനാണ്, ആരുമില്ല സഹായിക്കാൻ. കരയുകയാണ്. എന്നെ കരഞ്ഞുകൊണ്ടാണ് പുള്ളി വിളിച്ചത്. സാറേ ഒന്ന് വന്നോന്നും പറഞ്ഞപ്പോ ഞാൻ ഇത് ആരാന്ന് ഓർത്ത് വിട്ടു. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, നിങ്ങളാണ് ഇവരുടെയൊക്കെ ഇനി രക്ഷകൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഈ കടയൊക്കെ നിങ്ങളൊന്ന് കാണും. അതിനു മുമ്പ് ഇവനാ ടിപ്പറുമായിട്ട് വന്ന രംഗം നിങ്ങളൊന്ന് കാണും. അവൻ ഏതാ? എന്റെ തന്ത്രിയിലാണ് കാണിക്കുന്നത്. അവൻ ഇടിച്ചു കയറ്റുക. നശിപ്പിച്ചല്ലേ, മൊത്തം പൊളിച്ചല്ലേ. ഇത് കണ്ടതേ, ഇത് ചേട്ടൻ കിടന്ന് വെച്ച കട്ടിലൊക്കെയാണ് കണക്കണത്. കണ്ട ഇവൻ കാണിച്ചത് ഇവിടുത്തെ ഗുണ്ടായസ്. ഇവനെയൊക്കെ ഇടിച്ച് നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണമെന്ന് പറയാം. ഇവിടുത്തെ നാട്ടുകാർ വേറെ ഊളകളായി പോയെന്നാണ് എനിക്ക് പറയാനുള്ള കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലത്തെ ഈ ഊളേനൊക്കെ ഇവിടെ വളർത്തരുത് നാട്ടുകാരെ. എനിക്ക് അത് മാത്രം പറയാനുള്ളൂ. ഇവിടെ ആമ്പുളയില്ലെന്ന് തോന്നുന്നു. ഇടിച്ചങ്ങോട്ട് കൂട്ടണം തിരിച്ച്, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്താ ചേട്ടാ
തന്നെ ഇവിടെ നാട്ടുകാരൊന്നും റോട്ടില്ല. അതാ സത്യം. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ ഉള്ളത്? അറിയത്തില്ല. ഇവിടെ പഞ്ചായത്താണ്. ഇവിടെ പഞ്ചായത്താണ്. ഞാൻ നെടുങ്കുന്നം പഞ്ചായത്തൊക്കെ ഉണ്ട്. നെടുങ്കുന്നം പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉറക്കം തൂങ്ങി വെറും നാറികളായി മാറിയല്ല എന്നാലോചിക്കുന്നുണ്ടല്ലേ. ഒരു ഉപകാരങ്ങളും ഒരു ഉപയോഗങ്ങളും ഇല്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടോ ഇവിടെ ചേട്ടൻ കിടന്ന് ഉറങ്ങണത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് പറഞ്ഞു? ഒന്നും പറയാൻ ആരും ഇവിടെ വന്നിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒരു ഉണ്ണാക്കനായി പോയി. അയാളുടെ പേര് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയത്തില്ല എനിക്ക് അദ്ദേഹത്തിന്റെ പേരോ. ഇത്രയും വലിയ സംഭവം ഇത് ആരും ഒരു മനുഷ്യൻ പഞ്ചായത്തിൽ നിന്നോ മറ്റു കാര്യങ്ങളോ ഓരോറ്റ മനുഷ്യരും. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ഒരു പ്രസിഡന്റ് കള്ളനാന്ന് പറയണ്ടല്ലോ, ഇവിടെ കക്കണ്ടെന്ന് വെക്കണ്ടല്ലോ. ശരിയാണ്. ഒരു മനുഷ്യൻ ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇത്രയും ലോകം പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല. അതാണ് ഇതുവരെ അവസ്ഥ. ഒരു പാവപ്പെട്ടവന്റെ കുടില് നശിപ്പിച്ച് ഒരു തെണ്ടി, അവന്റെ പേരെന്താണ്? ഷിബൂസ് കറിയ അല്ലേ? വീട് തൊട്ടടുത്ത വീട്. അവന്റെ വീട്ടുകാരൊന്നും പറഞ്ഞില്ല. എന്ത് പറയാം, അവന്റെ അപ്പൻ ഇവിടെ വന്നായിരുന്നു. 1 ലക്ഷം രൂപ തന്ന് സെറ്റിൽമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നടക്കൂലെന്ന് വേണം. ഇതിന് ശിക്ഷ ദൈവം തമ്പരാൻ കൊടുത്താണെങ്കിൽ ആ ദൈവം തമ്പരാൻ കൊടുത്തു തന്നെ ആയിരിക്കണം. ഇവിടുത്തെ നാട്ടുകാര് സത്യം പറയട്ടാ, ഒരു ഈ സ്ഥലത്തിന്റെ പേരെന്താ? കങ്ങഴയിലെ ആമ്പുളരാരും ഇല്ലടാ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കണ്ടാ ഇതേപോലത്തെ അവസ്ഥയാക്കി ഇട്ടേക്കണേ ഈ പാവത്തിന്റെ. വികലാംഗനാണ് കൈവൊക്കെ. വേണ്ട എവിടെ പോയി മനുഷ്യാവകാശവും കാര്യങ്ങളും ഇവിടുത്തെ പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉറക്കം തൂങ്ങി അവനെയൊക്കെ ആദ്യം അടിച്ചു ഓടിക്കണം ഇവിടുന്ന്. കേട്ടോ ഇതാണ് ഇവരുടെ അവസ്ഥ കേട്ടോ. വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണവും. പിന്നെ ഇവിടെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. ഈ ചേട്ടൻ്റെ കട തല്ലിപ്പൊളിച്ചല്ലേ ഇത് ടിപ്പർ ലോറി കയറ്റി പൊളിച്ച രംഗമാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയരുത്. നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ കമൻറ്റാണ് എല്ലാത്തിനും പരിഹാരം. അപ്പോൾ നിങ്ങൾ അറിവുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടോ. ഉണ്ടോ? അപ്പോൾ പാവപ്പെട്ടവൻ്റെ കൈ പാടില്ല. ഓക്കെ എന്താ അവൻ്റെ അപ്പൻ 1 ലക്ഷം രൂപ കൊണ്ടുവന്നേക്കണേ. ഹാർട്ട് പേഷ്യൻ്റാ. ഇതുണ്ടോ? ശ്വാസം പോലും വിടാൻ പറ്റാത്ത വികലാംഗനെ ഉപദ്രവിച്ച ഇതേപോലുള്ള തന്തക്ക് പറക്കാത്ത കഴിവേറിനേക്കാ എങ്ങനെ ജീവിക്കണം എനിക്ക് ഗുണ്ട ആക്ട് പ്രകാരം ഇവിടുന്ന് നാട് കടത്തണമെന്നാണ് എനിക്ക് സങ്കടം പറയാനുണ്ട്. എനിക്ക് ഇനി ഇവിടെ കിടക്കാൻ പറ്റില്ല സാർ. എനിക്ക് പേടിയാ. കാരണം അവൻ ഇനി ഇറങ്ങി വന്നാലും ഇതുപോലെ തന്നെ ഇതേ ടിപ്പറും കൊണ്ട് വന്ന് വെച്ച് രാത്രി ഞാൻ ഇന്ന് പകൽ 5 മണിയായത് കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടെ. അതല്ല എങ്കിൽ വൈകിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സാർ? ചത്തു മരിച്ചു ടിപ്പറും കൊണ്ട് തിന്നിട്ട് അവനൊക്കെ എല്ലിന്റെ ഇവിടെ നല്ല ഇടി കൊടുക്കാൻ ആളില്ലാത്തോണ്ടോ? അവനവന്റെ കാര്യങ്ങൾ നാട്ടുകാർ ഇവിടെ നാട്ടുകാർ ഊമ്പന്മാരെ. എനിക്കത് പറയാനുള്ളത്. നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞത് എന്ത് പറയാനോ ആർക്കും അവനവന്റെ നാട്ടുകാർക്ക് ചങ്കുറപ്പില്ലാത്ത നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിൽ വെറും ഒരു ഊളയും അങ്ങനെയുള്ള ആത്മാർത്ഥ ഇത് പറഞ്ഞു. ഇതെന്താ? ഇതാണ് പുള്ളിയുടെ. പുള്ളി ഹാർട്ട് പേഷ്യന്റ് ആണ് കേട്ടോ. ഈ പുള്ളിക്ക് ഇത്ര സംഭവം എത്ര ദിവസം ഇപ്പൊ നടന്നിട്ട് നമ്മുടെ സംഭവം ഇപ്പൊ നമ്മൾ 15-ാം തീയതി നടന്നത്. 15-ാം തീയതി എടുത്തിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറക്കം തൂങ്ങി. പിന്നെ ഇത് ഇവിടെ ഇരിക്കണ പഞ്ചായത്ത് മെമ്പർ വെറും വേട്ടവളിയൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു മനുഷ്യനോട് വന്നിട്ടില്ല. ഒറ്റ ആൾക്കാർ ഇവിടെ എന്താണെന്ന് പോലെ. ഇവിടെ എംഎൽഎ ഇവിടെയാ ജയരാജ്. എംഎൽഎയുടെ പേരെന്താ? ജയരാജ്. ഏത് പാർട്ടിക്കാരാണ്? ഏത് പാർട്ടിക്കാരാണ്? കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ മുഖ്യമന്ത്രി ആഴ്ച 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇതിലെ പോയി. അല്ല മുഖ്യമന്ത്രി ഇവിടെ നവകേരളം നടത്തിയിട്ട് നിങ്ങൾ കൊടുത്തില്ലേ? എന്ത് ചെയ്യാനാ? ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണണം. ഈ പാവപ്പെട്ടവന്റെ ഒക്കെ കണ്ണീര്. ഇവിടെ ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കണേ. ഗുണ്ടകളെയൊക്കെ നിങ്ങൾ വളർത്തി വലുതാക്കി ഈ വേട്ടവളിയനായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് മെമ്പറൊക്കെ ഇരുത്തിയിട്ട് ഒരു ഗുണവുമില്ല. എന്റെയൊക്കെ ഇത്രയിലാണ്. താഴത്തെ ചേച്ചിയുടെയും മറ്റുമൊക്കെ കത്തിച്ച് കളഞ്ഞ് മൊത്തം കംപ്ലീറ്റ് ആവും കയറ്റി. പഞ്ചായത്ത് പ്രസിഡന്റിന് പങ്കണ്ട? അറിയില്ല സാർ, അറിയാൻ പറ്റിയില്ല. കാരണം ചാൻസ് അങ്ങനെ വരാനായിട്ട് വഴിയുള്ളൂ. അല്ല പിന്നെ ഇതെങ്ങനെ സാർ ഇത്രയും സംഭവം ഉണ്ടായിട്ട്? നിങ്ങളിത് കയ്യേറി താമസിക്കണം? ഒന്നുമല്ല, ഇത് പുറമ്പോക്കല്ലേ, ഫുട്പാത്ത് അല്ലേ. ഫുട്പാത്തിൽ താമസിക്കുക. ഫുട്പാത്തിലാ നമ്മൾ കട വെച്ച് താമസിക്കുക. അപ്പൊ ഈ കൂട്ടത്തിൽ നമുക്ക് പോക്കട ഇല്ലാത്തത് കൊണ്ട് ഒരിടവുമില്ല. അത് കാരണം നമ്മൾ ഇവിടെ തന്നെ ഈ ചെറിയ ഇതിനകത്തോട്ട് കയറി നമ്മൾ കിടക്കുന്നുള്ളൂ. അത് വർഷങ്ങളായിട്ട് ഞാൻ 2015 തൊട്ട് ഇവിടെ കിടക്കുന്ന. അവരും അതുപോലെ തന്നെ കിടക്കുന്നു. പോക്കടയില്ല. അമ്മയുടെ ഒക്കെ കണ്ണീരുണ്ടല്ലേ ഇവന്മാരൊക്കെ. ഒരു ജന്മം പോലും ഗതി പിടിക്കൂല. ചൈ മൊത്തം ഇതാണ് പോയിരിക്കണം. ഒടിഞ്ഞു കിടക്കുന്നത് ഇത്. ഒടിഞ്ഞു കിടക്കണല്ലേ ഇത് മൊത്തം. ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഇതേപോലുള്ള വികലാംഗനെയാണ് ഇവനെ ഉപദ്രവിച്ചേട്ടാ. നാട്ടുകാരെ, നമ്മുടെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ പരിപാടി ഷെയർ ചെയ്യണം. ഈ പാവപ്പെട്ട ആളെ രക്ഷിക്കണം. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ഉണ്ണാക്കനായി പോയി പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ. പിന്നെ MLA ആണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
മുഖ്യമന്ത്രിയാണെങ്കിൽ നവകേരളത്തിന്റെ പുറകെ നടക്കുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോ? പിണറായി വിജയന് പരാതി കൊടുത്തു? ആർക്കും കൊടുക്കാനായിട്ട് ആർക്കും നിങ്ങൾ കൊടുത്താന്ന് കൊടുത്തിട്ട് എന്ത് കാര്യമുള്ള നിങ്ങൾ കൊടുത്തു നോക്കുന്നു. കൊടുത്ത ഒരു പ്രയോജനമില്ല. ആര് പറഞ്ഞു പ്രയോജനം? കാരണം അത് അവരുടെ ചീഫ് വിപ്പ് അല്ല ഇതിലേ പോയിരിക്കുന്നത്. ഇവിടുത്തെ MLA ജയരാജ് എന്ന് പറയുന്ന പാർട്ടിയിലെ ചീഫ് വിപ്പാ. അപ്പൊ ഇവിടുത്തെ MLA കൊണ്ടൊരു ഗുണമില്ല. ഇല്ല, ഇത് സാർ ആഴ്ച 2-3 പ്രാവശ്യം ഇതിലെ പാസ് ചെയ്ത് മിനിഞ്ഞാന്നും ഇതിലേ പോയി. സാർ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് എന്ത് പറ്റുമെന്നൊന്ന് ചോദിക്കാമല്ലോ. അമ്മയുടെ അടുത്ത് പോയാ? ഒരിടത്തും പോയിട്ടില്ല. MLA പറയാമോ? ധൈര്യമായിട്ട് ഇവിടെ MLA കൊണ്ട് യാതൊരുവിധ ഗുണമില്ല. ആ ചേച്ചിയുടെ എടുക്കലോ ഇവിടെ വന്നിട്ട് നിങ്ങൾ MLA വോട്ട് ചെയ്താണോ? ഞാൻ പുതുപ്പള്ളി മണ്ഡലംകാരനാ. അപ്പൊ ഞാൻ ചാണ്ടിയമ്മന്റെ മണ്ഡലംകാരനാ. ഇവിടെ ഇവര് നെടുങ്കുന്നംകാരാ. ഈ MLA ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ. വേണ്ട സാർ, ഏത് മണ്ഡലത്തിലും ആയിക്കോട്ടെ സാർ, ഒരു MLA അല്ലേ, ജനങ്ങളുടെ രക്ഷകനല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന് ഇവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് ചോദിക്കരുത് എന്ത് രക്ഷിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ഈ അറിയാമോ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. റൈറ്റ് ഹാൻഡ് ആണ് നിങ്ങളുടെ വർഷങ്ങളായിട്ട് അദ്ദേഹവുമായിട്ട് അത്രയ്ക്ക്. കാരണം എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഏത് നിമിഷം ഫോൺ വിളിക്കും. അദ്ദേഹത്തിന്റെ ചേട്ടൻ മരിച്ചപ്പോ ഈയിടെ വന്നു. ഗുണ്ടയാണ്, ഗുണ്ടയാ, പാർട്ടി ഗുണ്ടയാണോ ഉറപ്പ്. ഈയിടെ ഉണ്ടല്ലോ, ഈയിടെ ഈ ഷിബൂസ്കറിയുടെ ചേട്ടൻ മരിച്ചപ്പോ, ചേട്ടന്റെ മകൻ മരിച്ചപ്പം ഈ ജയരാജ് സാർ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മരിക്കുമ്പോ വേറെ പണിയൊന്നുമില്ല. അപ്പൊ മരിക്കുമ്പോ വരും. വർഷങ്ങളായിട്ട് ഇവര് തമ്മിൽ അതുപോലെ കണക്ഷൻ ഉള്ള ആരൊക്കെ മരിച്ചാൽ നേതാക്കന്മാര് വരുമല്ലോ. ഇത് മരണത്തിന്റെ തന്നെയല്ല, ഇവര് തമ്മിൽ എപ്പോഴും വിളിയും പറച്ചിലും ഉള്ളതാണ്. അത് നാട്ടിലും സമൂഹത്തിലും. അപ്പൊ നിങ്ങളിത് എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇത് കരുതിക്കൂട്ടി ആരോ കച്ചകെട്ടി ഇവന് ഗുണ്ടായിസം, ഇവന് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ച പണിയാണ്. നിങ്ങൾ ഈ കേസിൽ നിന്ന് 1 ലക്ഷം മേടിച്ചിട്ട് പിന്മാറിക്കാൻ നാളെ ആകുമ്പോൾ വീഡിയോ ഇടൂടെ? ഞാൻ ആത്മഹത്യ ചെയ്യത്തുള്ളൂ, അല്ല വേറെ കാര്യമില്ല. ആത്മഹത്യം ചെയ്യരുത്. ഇവനെ പോലുള്ള പരനാറികളൊക്കെ ഈ നാട്ടിൽ നിന്ന് ഇവന്റെ കുണ്ടിയിൽ ചാപ്പ കുത്തി ഇവിടുന്ന് കടത്തണം. ഏത് ഇപ്പൊ പുതിയ നിയമം ഇറക്കിയിട്ട് നാട് കടത്തൽ, മനസ്സിലായ? ഗുണ്ടായിസോട് വെച്ച് വാഴിപ്പിക്കൂല ആരും. അതെനിക്ക് പറയാനുള്ളത്. അപ്പൊ MLA യാതൊരുവിധ ഗുണമില്ല. ഇത് പഞ്ചായത്ത് എന്ന് പറഞ്ഞേ, നെടുങ്കുന്നം പഞ്ചായത്തിലെ പ്രസിഡന്റും മെമ്പറും തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടും ആണുങ്ങളാണ്. 2 വേട്ടവളിയന്മാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ വേട്ടവളിയ എന്ന് ഇവന്മാരെ വിളിച്ചെന്നും പറഞ്ഞ് നിനക്കൊക്കെ ചങ്കുറപ്പുണ്ടെങ്കിൽ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്ക്. നിന്റെയൊക്കെ ആസ്തിയും നിന്റെയൊക്കെ വരുമാനവും എല്ലാം ഞാൻ CBI കൊടുത്ത് നിന്നെയൊക്കെ പൊക്കിക്കും. കളിക്കാൻ നിൽക്കരുത് നീയൊക്കെ കേട്ടാ. ഈ പാവപ്പെട്ടവരുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ വീഡിയോയും ഇനിയും പ്രതിഷേധിക്കും, അല്ലേ? സത്യം. അപ്പോൾ പഞ്ചായത്തിലെ പ്രസിഡന്റ് വേട്ടവളിയനോടും ഈ മെമ്പർ വേട്ടവളിയോടും എന്താ പറയാനുള്ളത്? എന്ത് പറയാനായിട്ടാ? ഇതുപോലെ മനുഷ്യത്വമില്ലാത്ത ഭരണവുമായിട്ട് ഒരു കാരണവശാലും ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങരുത്. ഇവർക്കുമില്ല മക്കളും കൂടപ്പറപ്പുകളും അപ്പനും അമ്മയൊക്കെ. ഞങ്ങളുടെയൊക്കെ കഷ്ടപ്പാടും കഷ്ടതകളും കണ്ടിട്ട് പോലും കൂടെ ഇവിടം വരെ ഒന്ന് വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പോലും കൂടെ ചോദിക്കാൻ മനസ്സാക്ഷി ഇല്ലാത്ത ഇവരെ ഏത് സ്ഥാനത്തിരുത്തണം എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ സ്ഥാനത്തൊക്കെ ജനങ്ങൾ ഇരുത്തിയാൽ അനുഭവിക്കട്ടെ. അതിപ്പോ എന്താ നമുക്ക് പറയാനുള്ളത്? മനുഷ്യത്വം വേണ്ടേ സാറേ? നമുക്കൊന്ന് മനുഷ്യനായ മനുഷ്യത്വം വേണ്ടേ? പോലീസുകാർ വന്നാ പോലീസ് വന്നു അവരുടെ അന്തസ്സായിട്ടുള്ള രീതിക്ക് മകസം കാര്യങ്ങളും എല്ലാം എഴുതി. പോലീസുകാര് നല്ല പോലീസുകാരെ കൊടുത്തേട്ടാ. ചങ്കുറപ്പുള്ള ചങ്കുറ്റമുള്ള ജനഹൃദയം കീഴടക്കിയ പോലീസുകാർ. പോലീസുകാർ ഉളത്തരം കാണിച്ചാൽ ഞാൻ പോലീസുകാർ ഉളത്തരം കാണിച്ചെന്ന് തന്നെ വിളിച്ചു പറയും. പക്ഷെ പോലീസുകാർ നല്ല രീതിയിലാണ് ഇവിടെ വന്നിട്ട് എഴുതി കൂട്ടിയത്. ഈ പഞ്ചായത്തിൽ 2 വേട്ടവളയന്മാർ ഇങ്ങോട്ട് വന്നിട്ടില്ല. പ്രസിഡന്റ് വേട്ടവളയനും മെമ്പർ വേട്ടവളയനും കൂടി മറ്റേ ഇതിന് നടക്കുന്നതാണ്. ഇതുണ്ട, ഇതാണ് ഈ പാവപ്പെട്ടവൻ്റെ അവസ്ഥ. ജനങ്ങളെ എല്ലാവരും ഷെയർ ചെയ്യണം. നമുക്ക് ഒരു പണിയാം, നമുക്ക് നേരെ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ആ ഭാഗത്തായിട്ട് ഇതുണ്ട, ഈ പുള്ളി പേഷ്യൻ്റ് ഉണ്ടത്, നെഞ്ചീവനൊക്കെ ഉള്ള മനുഷ്യനാണ്. ഇദ്ദേഹം വികലാംഗനാണ്. ഇദ്ദേഹത്തിനെ കൊല്ലാൻ പോയിട്ട് മറ്റേ കൊല്ലാൻ വന്നവൻ്റെ അപ്പൻ 1 ലക്ഷം രൂപയുടെ സെറ്റിൽമെൻറ്റ് വന്നേക്കണേ. പടുകൂളകൾ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചെറ്റകൾ ഇവിടുത്തെ സത്യം പറഞ്ഞ നാട്ടുകാരെ കൂടെ ഇവന്മാരെ പോലുള്ളവന്മാരൊക്കെ അടിച്ചെന്നെ ഓടിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്, അല്ലേ? ഉണ്ടാക്ട് പ്രകാരം ഇവനെയൊക്കെ നാട് കടത്തണം. എന്താ നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളത്? പറ. എന്ത് പറയാനായിട്ടാ പ്രേക്ഷകർ? എനിക്ക് ഇവർ വർഷങ്ങളായിട്ട് ഇവൻ ഇങ്ങനെ ഓരോരുത്തരോടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷെ ഞങ്ങളോട് ചെയ്ത് എന്തിനാണ്? ഒരു നാണയത്തിന് പോലും കൂടെ, ഒരു വാക്കുകൊണ്ട് പോലും, നോട്ടുകൊണ്ടും പോലും ഞങ്ങൾക്ക് ആർക്കും അവരോട്, ആ വ്യക്തിയോട് ഞങ്ങൾ ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടി ഞങ്ങളോട് ചെയ്തെന്നുള്ള ഉത്തരം എനിക്കിപ്പോഴും അജ്ഞാതമാണ്. എനിക്കറിയില്ല എന്തിനു വേണ്ടി ചെയ്തെന്ന്. എന്തായാലും ഇവനോടൊക്കെ ദൈവം എന്നൊരാൾ മുകളിലിരിപ്പുണ്ട്. ദൈവം എന്നൊരാൾ ഇവനോടൊക്കെ ചോദിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക്. അത് മാത്രമല്ല, ഇത് കണ്ടില്ല സുഹൃത്തുക്കളെ, പുള്ളിയുടെ കയ്യൊക്കെ കൂടാതെ ഒരു രോഗം കൂടിയുള്ള എന്റെ നട്ടല് മുഴുവൻ തിരിയത്തില്ല. കണ്ടോ ആ ടൈപ്പർ ലോറി ആ കട്ടിലോണ്ട് രക്ഷപ്പെട്ടല്ലേ? നട്ടലിടയ്ക്ക് മുഴുവൻ ഈ കാൽസ്യം നടിഞ്ഞിട്ടുണ്ടല്ലോ, തിരിയാനും പറ്റൂല പാവത്തിന്. ഉണ്ടോ? ഇപ്പോൾ വളരെ മൃഗീയമായ ക്രൂരത തന്നെയാണ് ഈ ഇദ്ദേഹത്തോട് ചെയ്തത്. നിങ്ങൾ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പരിപാടി ഷെയർ ചെയ്യണം.
ചേട്ടൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും അക്കൗണ്ടൊക്കെ ഞാൻ വെച്ചേക്കാം. ചേട്ടനെ സഹായിക്കണം, വേറെ നിവർത്തിയില്ല. ഇതേപോലത്തെ തന്തക്കുറക്കാത്ത കഴിവേറണ മോനൊക്കെ വന്നിട്ട് കാണിക്കലാണ്. ഇത് കണ്ട പണത്തിന്റെ അഹങ്കാരം, പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറണ ചെറ്റകൾ. എനിക്കൊന്നും വേണ്ട, ഒരു വാടക വീടെങ്കിലും ഞാൻ ഇവിടുന്ന് എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മാറിക്കണം. പേടിക്കണത് ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ കേട്ടാ. കേസ് സ്ട്രോങ് ആയിട്ട് നടക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഏത് രാഷ്ട്രീയക്കാരെ ഏത് ഊച്ചാളികൾ വന്നാലും നിങ്ങൾ മേടിക്കണ്ട, നമ്മളുണ്ട് കേട്ടാ. ആ ധൈര്യമായിട്ടിരുന്നു. ഇതൊക്കെ പുള്ളിയുടെ ഇതാണ് കേട്ടോ, നമ്മുടെ എന്താ പറയണ മരുന്നൊക്കെ മേടിച്ച സംഭവമാണ്. രണ്ടാമത് വീണ്ടും വന്നു. അവന്റെ ഇന്നോവയുടെ ഇതാണല്ലേ, അവൻ ആദ്യം ഇന്നോവയും കൊണ്ടുവന്ന് തർത്തു. രണ്ടാമത് വീണ്ടും വന്നു. രണ്ടാമത് ഇന്നോവയായിട്ട് രണ്ടാമതും വന്ന് ഇടിച്ചു. ഓ, അപ്പൊ ഇവൻ മയക്കമരുന്ന് അടിമയാണ്. അതെ, അത് കഴിഞ്ഞ് കഞ്ചാവ്. അതിന്റെ പിറ്റേ ദിവസം ടിപ്പറുമായിട്ട് വരുന്നത് അതിനകത്ത് ഇരിക്കുവായിരുന്നു. എനിക്കറിയത്തില്ല, ഭൂമി ഇങ്ങോട്ട് ഇടിഞ്ഞു വരും. ഓ, ഭൂമി ഉലുക്കം പോലെ അല്ലേ, സുനാമി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ വീണുപോയി. ഈ കട്ടിലൊക്കെ ഇവൻ ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. വണ്ടി കയറ്റി ഇയാള് മരിച്ചെങ്കിൽ എന്ത് ചെയ്യാനെ? ഇവിടെ പഞ്ചായത്ത് വേട്ടവളിയ മെമ്പറും പ്രസിഡന്റ് വളിയനൊക്കെ ഇവിടെ വേട്ടവളിയിട്ട് നടക്കണേ. എനിക്ക് അത് മാത്രം പറയാം. ഇത് കണ്ടോ? അയ്യോ, ഭയങ്കര സീനാണ്. എല്ലാവരും ഷെയർ ചെയ്യണോ? ഇതുണ്ടോ? ഇതുണ്ട്, ഇതൊക്കെ വണ്ടി ഇടിച്ചു ഓടിച്ചാണോ? ഇതൊക്കെ എന്റെ പൊന്നെ, കംപ്ലീറ്റ് വണ്ടി വന്ന് ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. കണ്ടോ? ഇത് കടയെന്നല്ലേ? ഇത് കടയും വീടും കൂടെ. ഇത് കടയുടെ ഷട്ടറൊക്കെ കിടക്കണം നോക്കി. ഓ, ഇതേപോലെ ഉപദ്രവം വളരെ എന്താ പറയണ, വളരെ ദുരന്തമായിട്ടാണ് വന്ന് പണി നടത്തേക്കണം അല്ലേ? ഇവൻ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് പേടിയാ സാർ, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇനി ഇവൻ ഇറങ്ങിക്കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഇവിടുത്തെ MLA-യുമാണ് ഉത്തരവാദി. സത്യം. ഇനി നിങ്ങളുടെ മരണത്തിന് ആരാ ഉത്തരവാദി? ഇനി ഞാൻ മരണപ്പെട്ടാൽ സ്കറിയ ഷിബു എന്ന് പറയുന്നത്, ഷിബു സ്കറിയ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്. ഈ വണ്ടി ഇടിപ്പിച്ചവന്റെ പേരാണ്. അല്ല, ഇനി നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാല് മാത്യൂസ് കറിയ മാത്രമല്ലല്ലോ, പ്രതി ആരൊക്കെയാണ് പറഞ്ഞേ? പ്രതി പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കും, പഞ്ചായത്ത് മെമ്പറുമായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ. കാരണം ഇത് അവരെ പറയാൻ കാരണം ഈ സമയം വരെ അവർ പറയേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതാ. വന്നിട്ടില്ല. അവരുടെ പഞ്ചായത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവർ ഇതേ നിമിഷം വരെ വന്ന് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് വേട്ടവളിയന്മാർ രണ്ടുപേരും വന്നിട്ടില്ല. ഈ നിമിഷം വരെ വന്നിട്ടില്ല. വേട്ടവളിയെന്ന് ഞാൻ വീണ്ടും വിളിക്കും അല്ലേ? എനിക്കെതിരെ സുഹൃത്ത് എനിക്കറിയാം, എനിക്ക് അഡ്വക്കേറ്റ് എല്ലാ ടീമുള്ളത്. അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നമ്മൾ പേടിക്കാമില്ല. ചേട്ടൻ ധൈര്യമായിട്ട് തന്നെ മുന്നേറിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി പ്രകാരം നാട് കടത്താനുള്ള പണി ഞാൻ ചെയ്തു. എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ ജാമ്യത്തിൽ ഇറങ്ങി, എനിക്ക് പേടിയാ. അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ, ഇറങ്ങുമ്പോഴല്ലേ ഭയപ്പാടാ. കാരണം രാത്രി കൊണ്ടുവന്ന് ഇവിടെ നാട്ടുകാരൊന്നും ചെയ്തില്ല. എന്റെ സാർ, ഇവിടെ ഈ നാട്ടുകാരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എന്നാൽ ഇതേപോലെ ഒരു മൃഗീയമായിട്ട് ഒരു അമ്മച്ചീനൊക്കെ, ഒരു പാവപ്പെട്ട വൃദ്ധേനൊക്കെ ഇവൻ ആ വണ്ടി ഇടിപ്പിച്ച് നശിപ്പിച്ച ആ അമ്മയുടെ ഒക്കെ കരച്ചിൽ. എന്റെ പ്രേക്ഷകരെ, നമുക്ക് നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോകാം. അമ്മേനെയും ഇതേപോലെ ഇവൻ കൊല്ലാൻ നോക്കി. അപ്പം ഞാനും ചേട്ടനും കൂടി ആ ഭാഗത്തോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. അമ്മയുടെ വീട് ആ ഭാഗത്താണ്. എന്തായാലും ആ ഇറക്കം ഉറങ്ങണം അല്ലേ? ആ ഇറക്കത്തിലാണ് അമ്മയുടെ വീട്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് പോയിട്ട് കേട്ടോ. ചെയ്ത മാത്യൂസ് കറിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നീ നല്ല ആമ്പുളറായിട്ട് മുട്ട്, അപ്പം നിന്റെ മുട്ടിടിക്കും. അല്ലെങ്കിൽ നീ ചങ്കുറപ്പുണ്ടെങ്കിൽ അല്ലേ, നല്ല ആമ്പുളറായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ നിന്റെ പരിപാടി അവർ തീർത്തുപോയി. അവിടെ നീ പാവപ്പെട്ട ഈ പിന്നെന്താ പറയാ, വികലാംഗനെയും ഈ നെഞ്ചുവേന പാടില്ലാത്തവരെയൊക്കെ പോയി നീ ഉപദ്രവിക്കാൻ നിന്ന ദൈവം പോലും പൊറുക്കൂല. ഇന്നിപ്പോ നമ്മ വന്നിരിക്കുന്നതേ നിൽക്കണം നമ്മുടെ അമ്മ, കണ്ടല്ലേ, കരഞ്ഞോണ്ട് നിൽക്കണത് കണ്ടാ. ഈ കഴിവേറെ മോൻ കാണിച്ചു വെച്ചാൽ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇപ്പൊ കെട്ടി വെച്ചേക്കണേ. ഞാൻ മൊത്തം കാണിച്ചു തരാം. ഇവൻ ടിപ്പറായിട്ട് വന്നിട്ട് ഈ കടങ്ങാള്, ഈ ചേട്ടന്റെയും ഈ കട, ഇവനെന്തോ മാനസിക രോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നണം. മാനസിക രോഗം ഉണ്ടാ? എന്ത് മാനസിക? അല്ലെങ്കിൽ അവിടെ നല്ല ഇടി കിട്ടാണ്ടാണ്. നാട്ടുകാരെ കൊള്ളൂല, അതന്നെ പറയാനുള്ളത്. ടോറസ്, ടിപ്പറ്, ഇന്നോവ, ബുള്ളറ്റ്, സാമ്പത്തിക ഇഷ്ടം പോലുള്ള ഇതിന്റെ മൂന്നാമത്തെ വീടാ. ഈ വീടിന്റെ മൂന്നാമത്തെ വീടാ. ഈ വീടിന്റെ അവിടെ മൂന്നാമത്തെ വീടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ ഇതാണ്ട് നമ്മുടെ രണ്ടാമത്തെ കട അല്ലേ, പൊളിച്ചത്. ഇത് കണ്ട, എന്റെ പൊന്നെ, ഇത് നോക്കി കത്തിച്ചളഞ്ഞ് പാവപ്പെട്ടവരുടെ കട. ഈ പാവപ്പെട്ട അമ്മയുടെ കട മാത്യൂസ് കറി എന്ന് പറയുന്ന നായിൻ്റെ മോൻ ഇതുണ്ടല്ലേ, കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. പ്രേക്ഷകരെ, നിങ്ങളിത് ഷെയർ ചെയ്യണം. ഇവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കരുത്. ഇവന് രാഷ്ട്രീയ സ്വാധീനവും പണവും ടിപ്പർ ലോറിയും എല്ലാ പണ്ടാരുള്ളതാണ്. കംപ്ലീറ്റ് പട്ടികളാണ്. വേണ്ട, കത്തിച്ചു കളഞ്ഞത്.
മൊത്തം നമുക്ക് കയറി കാണാട്ടാ. ഇതുണ്ടോ, ഇതൊക്കെ പോയി. ഇതൊക്കെ എന്തിനാ തൽക്കാലം വെച്ചേക്കണം. കടയെല്ലാം ഇവിടെയായിരുന്നു. ആ. ഇവിടെയായിരുന്നു കട മുഴുവൻ ഇരുന്നത്. ആ, ഈ കട മുഴുവൻ ഇതിനകത്തായിരുന്നു. എന്ത് കടയും നമ്മേത്? ഇത് മുറുക്കാൻ കടയും നാരങ്ങ വെള്ളം. ആ, പറ. മുറുക്കാനും സിഗരറ്റ്, വീടി, കരിക്ക്, ആ, പട്ടി പിടിച്ചേ. ആ, കരിക്ക്, പിന്നെ സോഡ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഗ്യാസ് അടുപ്പുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം, എൻ്റെ എല്ലാ സാധനങ്ങളും പോയി. എനിക്കിനി ഒന്നുമില്ല. ഞാൻ ഉടുക്കുന്ന വസ്ത്രം മുഴുവൻ കരിഞ്ഞു പോയി. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നില്ലേ? ഇല്ല, മെമ്പറൊന്നും വന്നില്ലല്ലേ ചേട്ടാ? നിങ്ങൾക്കറിയാൻ പാടില്ല, നിങ്ങളെ കാണാൻ വന്നാന്ന്. എല്ലാ ചേട്ടാന്ന് ചോദിക്കണത് ചേച്ചിക്ക് നമുക്കറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ഒരുപോലെ അല്ലേ? അതാ അമ്മയുടെ അടുത്ത് വന്നാന്ന് ചേട്ടനെ ഞാൻ ചോദിച്ചു. അമ്മയുടെ അടുത്ത് ആരെങ്കിലും വന്നോ? ഇവിടെ വന്നില്ല. പഞ്ചായത്ത് മെമ്പറൊന്നും ആരും വന്നില്ല. ഇല്ല. MLA വന്നില്ല. MLA ഒന്നും വന്നില്ല. രാഷ്ട്രീയക്കാരും ഇല്ല. ആരും വന്നില്ല. ആർക്കാ വോട്ട് ചെയ്തത്? ഈ MLA ക്കാണ് വോട്ട് ചെയ്തത്? ഞങ്ങള് കോട്ടയം താലൂക്കല്ലേ, അപ്പൊ അവിടെ വോട്ട് ചെയ്തു. അപ്പൊ ഇതാണ് സംഭവം. നമുക്കത് ഇതുണ്ടോ, ആകെ നശിപ്പിച്ചു. നമുക്കൊന്ന് അങ്ങോട്ട് കയറിയിട്ട് വാ. ആൾക്കാരെ കാണിച്ചു കൊടുക്കും, പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പറയണ്ട ആൾക്കാർ. ആ, പോട്ടെ. അവിടെ മുതൽ തീ കത്തി മണ്ട വരണം. ഇതൊക്കെ കത്തിച്ച് മുകൾ ഭാഗമൊക്കെ കത്തിച്ചെന്നാണ് വേണ്ടത്. ഇതൊക്കെ ടിപ്പർ ആ റോട്ടിൽ നിന്ന് ടിപ്പർ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. എനിക്ക് അങ്ങ് പൊളിച്ചാൽ മതി. ഈ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? മുഴുവൻ കഴിഞ്ഞ എല്ലാം തല്ലി തുടങ്ങി ഇട്ടിരിക്കുന്ന കരിഞ്ഞു പോയ ഷീറ്റൊക്കെ കരിഞ്ഞു പോയി. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ വരുടെ. ആ, അവിടെ ഇനി എവിടെ സംഭവം? ഇവിടെ മരം കത്തി ഞാൻ കിടക്കുന്നത് ഇവിടെ. അയ്യോ, ഇത് കിടക്കണ നിങ്ങൾ എത്തിപ്പോനല്ലോ ഇപ്പൊ. അത് കത്തിയാന് രാത്രി അല്ലാന്ന് ഭാഗ്യം. 5 മണി സമയത്ത് അവിടെ ഞാൻ ചത്തില്ല. അല്ലെ രാത്രിയിലായിരുന്നു ചത്തുപോയേനെ. ആരറിയാനാ ചത്തുപോയ? ഇപ്പം പല പ്രാവശ്യം വന്ന് പറയും കൂരയ്ക്ക് വീടും കൂരയ്ക്ക് എന്താ കാര്യം? എന്താ കൂരക്ക്? അവൻ കുടി കഴിയുമ്പോ അവന് വെളിവില്ല. ചുമ്മാ കിടന്നുകൊണ്ട് മനുഷ്യനെ എല്ലാം. ഇവന് മാനസിക രോഗിയാക്കി വിടോ കോടതി? മാനസിക രോഗി, അവന് മാനസിക രോഗമൊന്നുമില്ല. നല്ല ഇടിയിട്ടാത്തുണ്ടോ? ഇവിടെ വന്ന് ലോറിക്ക് 3 പ്രാവശ്യം ഇതിടിച്ച് താഴെ ഇട്ടേച്ച് പെട്രോൾ ഒഴിച്ച് തീ ഇട്ടേച്ച് പുറകോട്ട് ചെന്നേച്ച് ഒന്നുകൂടി ഇടിപ്പിച്ചേച്ച് കരോട്ട് ചെന്നാ ചേട്ടന്റെ കടയിൽ കളഞ്ഞ അവന് മാനസിക രോഗം, അവന് ബോധമില്ലാഴികയാണോ? അതെല്ലാം ചെയ്തേച്ച് അവൻ ലോറിയും കൊണ്ട് താഴെ ചെന്ന് ലോറി ഇടേണ്ടോടത്ത് ഇട്ടേച്ച് ഇവൻ വിശ്രമ സമയത്താണ് പോലീസ് ചെന്ന് പിടിക്കുന്നത്. അവന് ബോധമില്ലാത്തവനാണ് ഇതൊക്കെ ചെയ്യുമോ സാറേ? അല്ലെ അവന് ബോധമില്ല, വണ്ടി കൊണ്ടിട്ട് 2 സൈഡിലെ മതിലിടിക്കണം, അല്ലെ വേറെ എന്തെങ്കിലും സംഭവിക്കും. ഇതൊന്നുമില്ല. അപ്പോൾ അവന് ബോധമില്ല ചെയ്തതാണോ ഇത്? അതാ ഞാൻ ചോദിക്കുന്നോളൂ. എൻ്റെ ഉപജീവനമാർഗം കളഞ്ഞത്. ഞാനിനി എന്നെ കഷ്ടപ്പെട്ട് എവിടെങ്ങനെ ഞാൻ ഉണ്ടാക്കി ഇതെടുക്കും. ഞങ്ങൾക്കറിയത്തില്ല. ഇവിടുത്തെ പാർട്ടിക്കാരെന്ന് പറഞ്ഞില്ലേ? ഓ ഇല്ല, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോ? കൊടുത്തിട്ടില്ല. ഇത് മുഴുവൻ അങ്ങ് പരാതി അങ്ങ് എല്ലായിടത്തും ആയില്ലേ സാറേ? അറിയാൻ പാടില്ല. മൊബൈലിലും ടിവിയിലും എല്ലാം അങ്ങ് ആയില്ലേ? പ്രയോജനമില്ല. പ്രയോജനം. ഗുണ്ടകൾ വാഴും കേരളത്തിൽ, അത് ശരി, അവരെ പ്രോത്സാഹിപ്പിക്കും. അത് തന്നെ. പക്ഷെ പോലീസുകാർ മുറ്റായിരുന്നു ഇവിടുത്തെ അല്ലേ? മുറ്റായിരുന്നു അല്ലേ? അതുകൊണ്ട് അവനെ അങ്ങനെ പിടിച്ചങ്ങനെ കയറ്റി നല്ല ഇടി കൊടുത്ത് അങ്ങനെ ഇട്ട് അല്ലേ? അന്നേരം ഇവിടെ ചോദിക്കാതെ താഴെ ചെന്ന് അവനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയാച്ചാണ് ഇവിടുത്തെ വിവരം എല്ലാം ചോദിച്ചത്. അതാണ് ഇവിടുത്തെ SMCA ആമ്പിള്ളേർ. ഇതേപോലുള്ള ഇവന്മാരെയൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വരരുത്. ഈ നാട് കടത്തണം. അത് തന്നെ സാറേ. അപ്പൊ അമ്മയുടെ വീട്ടിൽ ആരൊക്കെ? എനിക്ക് 3 മക്കളും ഞാനും. എന്റെ ഭർത്താവ് മരിച്ചു പോയി. മക്കളൊക്കെ മക്കള് എന്റെ വീട് കരോട്ടുണ്ട്. മക്കളൊക്കെ എല്ലാരും കാറിയും വേളം വെച്ച് വരികയല്ല. എന്ത് ചെയ്യുന്നത്? ഇവന് ഇറങ്ങുമ്പോ പണി വളോ? മക്കളൊക്കെ ചോദിക്കാൻ ചെല്ലോ? അത് നമുക്ക് അറിയത്തില്ല. വരുന്നത് ഏത് കാലത്ത് വന്നിട്ടാ. പക്ഷെ ഇവിടുത്തെ നാട്ടുകാരെ കൊള്ളൂലട്ടോ. നാട്ടുകാർ കൊള്ളുകയല്ല, അത് സത്യമാണ്. പറയാനുള്ള പറയണം അല്ലേ? നാട്ടുകാർ കൊള്ളുകയല്ല, സത്യം. ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യുന്ന നാട്ടുകാരല്ല. ഒരു ഗതികേട് ഇത്രയല്ല ആയിട്ട് ഈ നാട്ടുകാർ നിരൂപിച്ചിട്ട് ഒരു 10 രൂപ പിരിവെടുത്ത് തരാൻ ഒരുത്തനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അല്ല, പഞ്ചായത്ത് മെമ്പർ വന്നിട്ടില്ല. ഈ ലോകം മുഴുവൻ അറിഞ്ഞ ഈ സംഭവം. മൊബൈലിലും ടിവിയിലും എല്ലാം കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ് അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തീയിട്ട സമയത്ത് അമ്മ ഉള്ളിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ അറിയൂലായിരുന്നു. അറിയോ? അതാ ലോറി ഇതിലല്ലേ വന്നത്. ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ മാറിയല്ലേ എന്റെ ഈ ഒരു ബസ് അനക്കത്തില്ല ഇപ്പൊ. അത് മാത്രമല്ല, ഈ പാവപ്പെട്ട ചേട്ടൻ നെഞ്ചുവേന, കൈപാടില്ല, വികലാംഗൻ, അങ്ങനെ ഞങ്ങൾ ഇത്രയും പാവങ്ങളോട് ഞാൻ ഇത് ചെയ്യാമെന്ന് കണ്ടിട്ടല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഇവൻ ചെയ്യുവോ? ആൺപിള്ളേരുടെ വീട്ടിൽ ചെന്ന് ചെയ്യുവോ? വിവരം അറിയും. വിവരം അറിയും. 24 മണിക്കൂറോളം കൊടുക്കൂല. ഇത് പാവം പിടിച്ച ഞങ്ങളോട് അവന് ചെയ്താണെങ്കിൽ ദൈവം തമ്പുരാൻ അവന് കൂലി കൊടുത്തോളൂ. അതാ ഞാൻ പറയുന്നത്. ദൈവം തമ്പുരാനോട് കൊടുക്കാൻ പോണ കൂലി എന്ന് വെച്ചാൽ വമ്പം കൂലി ആയിരിക്കും. നമുക്ക് അതിന്റെ ഉള്ളിൽ കാണിച്ചു കിടക്കുന്ന മിച്ചം വഴി. അപ്പൊ എവിടെ മരമുള്ളു, അങ്ങോട്ട് ഇറങ്ങാൻ മേല. അങ്ങടെ അമ്മക്ക് പറ്റൂല. ഞാൻ കയറി കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവൻ ടിപ്പറായിട്ട് വന്നിട്ട് ഇടിച്ചിട്ട് ഇവൻ ഇവിടെ കത്തിച്ചു കളഞ്ഞു. പാവപ്പെട്ടവരിവിടെ
റോട്ടിലിരുന്ന് കണ്ട കച്ചവടം ചെയ്യണത്. ഇവിടെ നിന്നിട്ട് ഈ അമ്മ കിടക്കണത്. ഇവിടം വരെ തീ വന്ന് ആളിപ്പടർന്നു. കണ്ടോ, ഫ്രിഡ്ജൊക്കെ നശിഞ്ഞു. എന്നിട്ട് അവൻ്റെ അപ്പം വന്നേക്കണം 1 ലക്ഷം രൂപയായിട്ട്. വൃത്തിയട്ട ഊള. ഇയാൾക്കൊക്കെ നാണമില്ലേ? 10 ലക്ഷം രൂപയും കൊടുക്കണം അവർക്ക്. 10 ലക്ഷം. എന്നാലും ഇവർക്ക് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലേ ഫ്രിഡ്ജ് ഒക്കെ നശിഞ്ഞൊക്കെ അടിച്ച് പൊളിച്ചതുണ്ടതേ. കണ്ടോ, ഇവിടെയൊക്കെ തീയിട്ടാകെ പ്രശ്നമായിട്ട് 1 ലക്ഷം രൂപയായിട്ട് വന്നേക്കണേ. വൃത്തിയട്ടവൻ. ഇവനൊക്കെ അടിച്ച് പൊളിക്കണമെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ അമ്മേ? അവൻ്റെ അപ്പം വന്ന് 1 ലക്ഷം രൂപ ഇട്ട് 1 ലക്ഷം രൂപ ഓഫർ ചെയ്തു. 1 ലക്ഷം രൂപ അവൻ്റെ അപ്പൻ ഓഫർ ചെയ്തെന്ന് പറഞ്ഞു. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല, അവനോടൊന്നും പറഞ്ഞില്ല. ഇത് ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ മേടിക്കണം അല്ലേ? എനിക്ക് വന്ന് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഓഫർ ചെയ്യും. അതൊന്ന് 1 ലക്ഷം രൂപ എങ്ങനെ നിങ്ങൾ ശരിയാക്കണ? ചേച്ചിക്ക് 1 ലക്ഷം രൂപ കൊടുത്താക്കാം. ഞാൻ പറഞ്ഞു ഇത് നിയമത്തിന് കൊല്ലാൻ വന്നതാണെങ്കിൽ നമ്മുടെ പ്രാണന്റെ വിലയാണ് 1 ലക്ഷം രൂപ കേട്ട്. നമുക്ക് പണമല്ല വേണ്ടിയത്, ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് ശിക്ഷ കിട്ടണം, അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം. അത് മാത്രമേ നമുക്കുള്ളൂ. എനിക്ക് 1 രൂപ പോലും വേണ്ട. എനിക്കെൻ്റെ ഈ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ 1 രൂപ പോലും എനിക്ക് വേണ്ട. പക്ഷേ അർഹമായ ശിക്ഷ, അത് നിയമത്തിന്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിനുള്ള ശിക്ഷ കിട്ടണം. അതിനു വേണ്ടി എല്ലാവരും ഷെയർ ചെയ്ത് എന്നെ ഇവിടുന്ന് മുൻപോട്ട് നിലനിർത്തണം. എല്ലാവരും കൂടെ കുടിക്കട്ടെ. എനിക്ക് ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ. എനിക്കൊന്നുമില്ലാത്തവളായിപ്പോയി. ഞാനിവിടെ കച്ചവടം വിറ്റൊക്കെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന അവൻ കയറി എൻ്റെ ഈ കട നശിപ്പിച്ച് തീയിട്ട് കത്തിപ്പോയി. എല്ലാ പാത്രങ്ങളും തുണികളും എല്ലാം ഒന്നിനും കൊള്ളുകയില്ലാതായിപ്പോയി. തീ കത്തിയ സമയം ഞാൻ ഇതിനകത്തുനിന്ന് ഓടി. അല്ലെ ഞാൻ തീക്കകത്ത ഞാൻ ചത്തുപോയി. വളരെ മൃഗീയമായിട്ടുള്ളൊരു ക്രൂര പ്രവർത്തനമാണ് ചെയ്തേക്കണം അല്ലേ? നമുക്ക് വിഷമിക്കണ്ട. ആണോന്ന് ഒന്ന് എനിക്ക് അനങ്ങാൻ പോരുന്നില്ല. ലോറി കയറി വന്നപ്പോൾ തന്നെ ഒരു വയസ്സോട്ട് വെച്ച് ഞാൻ ഓടിയതാ. ഞാൻ ഇതിൽ പെട്ടു പോകേണ്ടതായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് ഈ മിറ്റത്തും ഈ പറമ്പിലും തോട്ടത്തിലൊക്കെ ഞാൻ കിടക്കുക. ഇത് ഞാൻ ഇട്ടേച്ച് ഞാൻ പോവുമോ? ഞാൻ കിടന്ന ഊരയല്ലേ. അവൻ ഇത്രയും ദ്രോഹം ചെയ്ത്. ഒരു മഴ പെയ്യാത്തൊരു ഭാഗ്യമാ. കാറി കാറി ഒച്ച എല്ലാം പോയി പാവത്തിന്റെ പോട്ടെ കരയണ്ട. എന്ത് കാറി ഞാനെന്നറിയാമോ എന്ന് പറയുന്നത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ വരും, അമ്മേനെ സഹായിക്കാൻ വരും. ഫോൺ നമ്പർ ഉണ്ടോ നമുക്ക്? ഉണ്ട്. ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട്. അക്കൗണ്ട് നമ്പർ ഉണ്ടോ? ഉണ്ട്. അതൊക്കെ തന്നേക്ക്, ഞാനിപ്പോൾ ഇതിലിട്ടേക്കാം. അപ്പോൾ ആൾക്കാർ സഹായിക്കും. ഇവർ 2 പേരെയും ആൾക്കാർ വന്ന് സഹായിക്കണം. തീർച്ചയായിട്ടും ഈ പരിപാടി നിങ്ങളുടെ ഓരോ വിലപ്പെട്ട ഷെയർ ഈ അമ്മക്ക് ആവശ്യമാണ്. ധനപരമായിട്ട് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുന്ന 2 ടീമാണ്. ഇവർ 2 പേരെയും സഹായിക്കണം. പ്രേക്ഷകരെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തോർത്ത് ഈ പരിപാടി ഒന്ന് ഷെയർ ചെയ്യണം. ഇത് വൈറലാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലേ? ഇതാണ് അവസ്ഥ. ഇതാണ് അതുകൊണ്ടാണ് കരണ്ട. നമ്മുടെ പ്രേക്ഷകരൊക്കെ സഹായിക്കും കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഷെയർ ചെയ്യും. അധികാരികളുടെ കണ്ണൊക്കെ തുറക്കട്ടെ. ഇതേപോലത്തെ വേട്ടവളിയന്മാരായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയൊക്കെ ഉടനടി തന്നെ ഏത് പാർട്ടിക്കാരാന്ന് വെച്ചാൽ അവരങ്ങോട്ട് പിരിച്ചു വിടണം. എന്നിട്ട് നല്ല ആമ്പുലരെ കയറ്റി ഇരുത്തണമെന്നാണ് എനിക്ക് പറയുന്നത്. അവൻ വന്ന് കത്തിക്കുമ്പോ ഒരു പട്ടിക്കുഞ്ഞ് ഇതിനകത്ത് കിടന്ന് വെന്ത് മരിച്ചു. ഒരു പട്ടിക്കുഞ്ഞ് ഇവിടെ വെന്ത് മരിച്ചു. അത് മാത്രമല്ല ആ പോണ പട്ടി പാവം പട്ടിക്ക് വരെ പൊള്ളലേറ്റി. ഈ മിണ്ടാപ്രാണിനെ വരെയും അവൻ ഉപദ്രവിച്ചു അല്ലേ? ഒരു പട്ടി ചത്തുപോലെ. ഓ ഭയങ്കര 2 മാസം പ്രായമുള്ള പട്ടിക്കുഞ്ഞ് ചത്തുപോയി. അതിനൊക്കെ പ്രാക്കവൻ അനുഭവിച്ചു പറഞ്ഞ ഈ ഭൂമിയിൽ നമ്മൾ പോകുള്ളൂ. തീർച്ചയായിട്ടും മിണ്ടാപ്രാണികളല്ലേ. ഞങ്ങളാണെങ്കിൽ പിന്നെ പോട്ടെ, പക്ഷെ മിണ്ടാപ്രാണികളാ. അതുങ്ങളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നതാ. അവര് കഴിച്ചില്ലെങ്കിൽ അതുങ്ങൾക്ക് കൊടുത്ത് വളർത്തുന്നതായിരുന്നു. പക്ഷെ ഇതിന്റെ ഈ ദ്രോഹത്തിന്റെ ഒന്നും ശിക്ഷ അദ്ദേഹം അനുഭവിക്കാതെ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുത്തില്ല. അത് സത്യമാണ്. ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഈ നാണം കെട്ട ജീവിതത്തിനകത്ത് പോലും കൂടെ ഞങ്ങളെ ഇതുപോലെ ജീവിക്കുന്ന ആരെങ്കിലും ഈ കേരളത്തിലുണ്ടോ സാറേ? ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഞങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് എന്നിട്ടും തൃപ്തരാ. ഞങ്ങൾക്കൊന്നും ആരോടും പരാതിയോ പരിഭവോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്നിട്ട് പോലും കൂടെ ജീവിക്കാൻ സമ്മതിക്കുമല്ലെങ്കിൽ എന്ത് സമൂഹമാണ് ഇതെന്ത് മനുഷ്യരായി? എനിക്കിത് മനസ്സിലാകുന്നു. ഒരു മനുഷ്യരും ഞങ്ങൾക്ക് പരാതിയില്ല. ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിയോടുകൂടി ഞാനും ഈ ചേച്ചിയും ഒക്കെ കഴിഞ്ഞു കൂടുന്നവരാണ്. ഞങ്ങൾ കിടക്കുമ്പോഴും കൊതുകടി കൊണ്ടാലും ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല. ഞങ്ങൾ അതുപോലെ കഴിയുന്നവരാണ്. കരണ്ടോ വെട്ടമോ വെളിച്ചമോ ഒന്നുമില്ല. സന്ധ്യയാകുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒന്നെങ്കിൽ മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്ത്, അതല്ലെങ്കിൽ മെഴുകുതിരി വെട്ടത്ത് വെളിച്ചത്ത്
ഇങ്ങനെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കഴിഞ്ഞു കൂടുന്ന ആൾക്കാരല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടുന്നത്? അവരുടെ ഒന്നും വീടുകളിലൊന്നും എല്ലാവരും ജീവിക്കുന്ന പോലെ ഞങ്ങൾക്കും ഇല്ല ആഗ്രഹം സാറേ. ഒരു നല്ലൊരു വീട്ടിനകത്തോ അല്ലെങ്കിൽ ഒരു ഓടിട്ട വീടിനകത്തോ ഒക്കെ ജീവിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമില്ലെന്നിട്ടല്ല സാർ. ഞാൻ ആഗ്രഹം നടക്കത്തില്ലെന്ന് കൃത്യമായിട്ട് സർക്കാർ പോലും കൂടെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ ഞങ്ങൾക്ക് പത്രത്തിൽ വായിക്കുകയും മീഡിയയിൽ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ശരി ആയിക്കോട്ടെ, പക്ഷേ യഥാർത്ഥത്തിൽ അവകാശികൾക്ക് കൊടുക്കുന്നില്ല വസ്തുതയാണ്. നൂറുകണക്കിന് ആൾക്കാർ കാണത്തില്ല. ഈ കേരള ഒട്ടുക്ക് ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ 100,000 കണക്കിന് ആൾക്കാർ ഇതുപോലെ കാണുവരെ തപ്പിയെടുക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല. ഇതന്നെ വസ്തുത. പക്ഷെ എന്നും കുന്നും മറ്റേ കോറിന് കുമ്പിളി തന്നെ കഞ്ഞി. ഇനി ഞങ്ങൾക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല. ഒരു ശരിയാവും. എല്ലാ ദൈവം അനുഗ്രഹിച്ചെല്ലാം ശരിയാവും. നമ്മുടെ പ്രേക്ഷകരെ പരിപാടി കാണുന്നുണ്ട്. അവരുടെ വിലപ്പെട്ട ഷെയർ നമുക്ക് ഗുണം ചെയ്യും. ഇവരെ സഹായിക്കാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരെ തീർച്ചയായിട്ടും സഹായിക്കുക. അധികാരികളെല്ലാം ഇവരെ വന്ന് സന്ദർശിക്കുക. പിന്നെ പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. രാഷ്ട്രീയം ഇതൊന്നും നോക്കാണ്ട് അവര് ഈ പ്രതിനെ 24 മണിക്കൂർ പോലും എടുത്തില്ല അല്ലേ? ചങ്കുറ്റത്തോടെ അറസ്റ്റ് ചെയ്ത ആമ്പുള്ളാണ് പോലീസ്. ശരി, സത്യം. കറുകച്ചാല് പോലീസ് സ്റ്റേഷനിലെ SI CE അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ നന്ദിയുണ്ട്. എന്നും മനസ്സ് നിറഞ്ഞ നന്ദിയുണ്ട്. ഞങ്ങളോടൊപ്പം ജീപ്പെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതാ ഇവിടുത്തെ കാര്യം. അത്ര സമ്പന്നന് ഒരു പ്രൊട്ടക്ഷനും കൊടുക്കാതെ ആ സമ്പന്നനെ ആ നിമിഷം തന്നെ അതായിരിക്കണം കേരള പോലീസ് ജനമൈത്രി, അല്ലെങ്കിൽ ജനങ്ങളോടും. പ്രേക്ഷകരെ കണ്ടില്ലേ, പാവപ്പെട്ട അമ്മേനെയും ഈ ചേട്ടനെയും അതിക്രൂരമായി ഉപദ്രവിച്ച ഒരു നായിന്റെ മോന്റെ കഥയല്ല നടന്ന സംഭവമാണ്. ഇപ്പൊ അവൻ ഇപ്പൊ ജയിലിൽ കിടക്കണല്ലേ. ടിപ്പർ ലോറി, ഇന്നോവ, പിന്നെ എന്തൊക്കെയാണ് ബുള്ളറ്റ്, എല്ലാ സംഭവം ഉള്ളവൻ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി ഈ പാവപ്പെട്ടവരുടെ ഇത് കണ്ടില്ലേ ഇവിടെ വന്ന് ഈ റോട്ടിൽ നിന്ന് ടിപ്പറങ്ങാട് നേരെ കയറ്റങ്ങാട് ഇടിച്ചങ്ങാട് പൊള്ളിച്ചിട്ട് അവൻ കത്തിച്ചു. എന്നിട്ട് അവന്റെ അപ്പൻ 1 ലക്ഷം രൂപ നടക്കണം. അയാളപ്പൻ പറഞ്ഞിട്ട് കാര്യമില്ല, മകനെ രക്ഷിക്കാൻ വേണ്ടി 1 ലക്ഷം അല്ല അല്ലേ? ഈ അയാളെ പറഞ്ഞിട്ട് ഞാൻ അയാളെ തെറ്റി പറയാനുള്ള ഒരു മകനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കഴിവേറെ മോൻ ഉണ്ടായി പോയി. അപ്പൊ തന്തല്ലേ അതൊക്കെ ചെയ്യേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും മകനെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കഴിവേറെ മോൻ എങ്ങനെ ഉണ്ടായി ആ കുടുംബത്തിൽ ഉണ്ടായി പോയി. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി നല്ല പണക്കൊഴുപ്പ് കൊണ്ട് ഈ പാവപ്പെട്ടവരുടെയൊക്കെ മേത്ത് കയറി ഇതേപോലെ ഈ അമ്മ അവിടെ കിടന്ന് ഉറങ്ങണേന്ന് പിടിച്ച് മരിച്ച എന്തായി സംഭവം. അത് മാത്രമല്ല ഇവിടെ ഒരു കുഞ്ഞു പട്ടി എത്ര മാസമായി? 2 മാസം പ്രായമുള്ള കുഞ്ഞു പട്ടിയും ചത്തുപോയി. അപ്പൊ അങ്ങനത്തെ ഒരു ദയനീയമായ അവസ്ഥയാണ് ഇവരുടെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇവരുടെ പരിപാടി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മുടെ ചാനല് വളരും എന്നോർത്ത് കുറെ പേര് ഷെയർ ചെയ്യാറില്ല. എന്റെ സുഹൃത്തുക്കളുടെ കാര്യം തന്നെ പറയണത്, ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് അനുപേ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ഷെയർ ചെയ്തെന്ന് പറയും. ഇവന്മാരെ വിചാരം എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ ആരൊക്കെ ഷെയർ ചെയ്തെന്ന് എനിക്കറിയാൻ പറ്റും, യൂട്യൂബിലും ഷെയർ ചെയ്ത് ആരൊക്കെയെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യാൻ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ പോലും ഷെയർ ചെയ്യാത്ത ഒരു കാലമാണ്. ഞാൻ രക്ഷപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്റെ ചാനൽ വളർന്ന് പന്തലിക്കും, ഇവൻ കോടീശ്വരനാകും എന്നുള്ള ചിന്തയൊക്കെയാണ് ഈ ഊളകൾക്ക്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരല്ല, ചില കൂട്ടുകാരെ ആരെ പറയണം. എന്റെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞ പൊന്നു സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇത് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, സന്തോഷത്തോട്ടിരിക്കുക, സമാധാനത്തോടിരിക്കുക. പിന്നെ ഇവനെ പോലുള്ള ക്രിമിനൽസിനൊക്കെ പോലീസുകാർ ജയിലിൽ നിന്ന് ഉടനടി വിടരുത് എന്നാ എനിക്ക് പറയാൻ. നാട് കടത്തണം, സഹായിക്കണം, അത്ര മാത്രമേ. പാവങ്ങളാണ്, സഹായിക്കണം. വികലാംഗനാണ്, നെഞ്ചുവേദനയാണ്, അമ്മക്കാരുമില്ല, ഇതെല്ലാം കത്തിച്ച് ചാമ്പലായിരിക്കുകയാണ്. കൂടെ ഉള്ളത് 2 പട്ടികളായിരുന്നു. അതിലൊരു പട്ടിക്കുഞ്ഞ് മരിച്ചുപോയി. ആകെയുള്ള ഒരു പട്ടിയെ പൊള്ളലും പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ചമ്മല അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. നമ്മുടെ പത്മകുമാറിന്റെ വീട്ടിലോട്ട് പോകുകയാണ്. ഏത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തലവൻ പത്മകുമാറിന്റെ വീട്ടിലോട്ടാണ് പോണത്. അപ്പോൾ നമ്മുടെ അമ്മേനെ സഹായിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് ഈ പരിപാടി ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.